കാര്യം മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ നേരത്തെയൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. LDF സർക്കാരിന്റെയും LDFന്റെയും പൊതുനയവും അതുതന്നെയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ഒരു നയംമാറ്റം കൂടി ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഒരു നയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ LDF എന്ന ഒരു കൂട്ടുമുന്നണി, ആ മുന്നണിയിൽ തങ്ങളോട് ഒരു അഭിപ്രായവും ചോദിച്ചില്ല, അഭിപ്രായം പറയാനുള്ള അവസരം നൽകിയില്ല. നേരത്തെ ഇത് പരിഗണിക്കപ്പെട്ട ഘട്ടങ്ങളിൽ തന്നെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം തങ്ങൾ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് മാറ്റിവെച്ചത്. മന്ത്രിസഭ നയപരമായി തീരുമാനമെടുക്കേണ്ട ഒരു വിഷയത്തിൽ അത് ഒരു വകുപ്പിനെ മാത്രം മുഖ്യമന്ത്രി ഏൽപ്പിച്ചു എന്നുള്ള വലിയ വിമർശനമാണ് CPIക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രമോദ് രാമൻ കൂടി ചേരുന്നുണ്ട്. പ്രമോദ്, ഇവിടെ രണ്ടാം പിണറായി സർക്കാരിനെ ഏറ്റവും വലിയ പ്രഹരമായിട്ട് ഇതിനെ വിലയിരുത്തേണ്ടി വരും. മറ്റൊന്ന്, ഇപ്പോൾ എടുത്തിരിക്കുന്ന മുന്നണി ഇത്ര കാലത്തിനുള്ളിൽ ഈ സമീപകാലത്തൊന്നും നേരിടാത്തത്ര വലിയ പ്രതിസന്ധിയിലേക്ക് LDF കടന്നിരിക്കുന്നു എന്നുള്ളത്. മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതെ പ്രതിഷേധിക്കുന്നത് ആദ്യമല്ല എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ അത് സംഭവിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ച് എത്രത്തോളം ക്ഷീണമുണ്ടാക്കും? ഇതിൽ CPI എന്ന് പറഞ്ഞ് രണ്ടായി പിളരുന്നോ എന്ന് പോലും ചോദിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയല്ലേ? ധന്യ, രണ്ടു വഴിക്കാണോ CPM-ഉം CPI-യും എന്ന ചോദ്യത്തിന് നമുക്ക് ഇപ്പോൾ നൽകാവുന്ന ഉത്തരമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ രണ്ട് ചേരിയിലായി കഴിഞ്ഞു. ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത വിധമുള്ള രണ്ട് മാർഗത്തിലേക്ക് CPI-യും CPM-ഉം തിരിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം CPM-ൽ ഇപ്പോൾ ഈ നിലയിൽ ഇന്നത്തെ അവസ്ഥയിൽ ഏതെങ്കിലും ഒരു വിഷയം പരിഹരിക്കുന്നതിന് ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾ തന്നെയാണ് CPI-യുമായി നേരിട്ട് ചർച്ച നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് CPM-ന്റെ ജനറൽ സെക്രട്ടറിക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് എന്ന് നമുക്ക് ഉറച്ച അറിവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ കാര്യങ്ങളെ കാണാൻ. മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമേ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ആ അനുനയ നീക്കവും പാളിയിരിക്കുന്നത് എന്നതാണ്. ആദ്യം CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അദ്ദേഹം കണ്ട് ചർച്ച നടത്തുന്നു. തുടർന്ന് മന്ത്രിമാരുമായിട്ട് തന്നെ നേരിട്ട് ചർച്ച നടത്തുന്നു. CPI-യുടെ മന്ത്രിമാരുമായിട്ടും ചർച്ച നടത്തുന്നു. പക്ഷേ ഇതൊന്നും ഫലം കാണുന്നില്ല എന്നതിന്റെ അർത്ഥം ഈ വിഷയത്തിൽ CPI ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ്. കാരണം നേരത്തെ വിജിൻ പറഞ്ഞത് തന്നെയാണ്, ഇത് നയത്തിന്റെ പ്രശ്നമാണ്, മറ്റൊന്നിന്റെയുമല്ല, ഭരണപരമായ ഒരു നടപടിയുടെ മാത്രം പ്രശ്നമല്ല ഇത് നയത്തിന്റെ പ്രശ്നമായതുകൊണ്ടാണ് കൃത്യമായി CPI ആ നിലപാടെടുക്കുന്നത്. നോക്കൂ, രണ്ട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഈ പാർട്ടികളുടെ പ്രവർത്തന രീതികളിൽ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് CPI ഉറപ്പിച്ചു പറയുന്നുണ്ട്. രാവിലെ വാർത്താ മാധ്യമങ്ങളെ കണ്ട K രാജൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ വെച്ച് പറയാൻ കഴിയില്ല, ഞങ്ങൾക്കൊരു സംഘടനാ രീതിയുണ്ട്. ഇന്ന് CPI-യുടെ എക്സിക്യൂട്ടീവ് ചേരുകയാണ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുകയാണ്. അതിലെന്ത് തീരുമാനമെടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞങ്ങൾക്കൊരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂ എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം കേന്ദ്രീകൃത ജനാധിപത്യം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആ രീതിക്കൊത്ത് മാത്രമേ CPI പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ആവർത്തിച്ച് തീരുമാനമെടുത്തു. അങ്ങനെ ഒരു മലക്കം മറിച്ചിൽ എന്തുകൊണ്ടുണ്ടായി, ഇല്ലെങ്കിൽ നിലപാടിൽ നിന്ന് എന്തുകൊണ്ട് മാറി നിന്നു? സംഘപരിവാറിന്റെ ലക്ഷ്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് പോലെ ഒരു നിലപാടിലേക്ക് CPM എത്തി എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നേരത്തെ തന്നെ അത് ഉയർന്നതാണ്. ഇപ്പോൾ CPI എടുത്തിരിക്കുന്ന ഈ നിലപാടിൽ ഇല്ലെങ്കിൽ തീരുമാനത്തിൽ നിന്ന് ഒരു തരത്തിലും അവർ വിട്ടുനിൽക്കാൻ ഇല്ലെങ്കിൽ മാറാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ CPM-ന് അത് തിരുത്തേണ്ടി വരില്ലേ എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ പറയുന്ന സാമ്പത്തിക ഭീഷണിയുടെ പേരിൽ അവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് ആ രീതിയിലല്ല. നമുക്കറിയാം സംസ്ഥാനങ്ങൾക്ക് മേൽ ഏത് തരത്തിലാണ്, എന്തൊക്കെ സമ്മർദ്ദങ്ങളാണ് കേന്ദ്രം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് മുന്നിലുണ്ട്, പല ഉദാഹരണങ്ങളുമുണ്ട്. അപ്പോൾ ആ വിഷയം മാത്രം പറഞ്ഞുകൊണ്ട് ഇനി CPM-ന് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമോ എന്നുള്ളത് കൂടിയാണ്.